യഥാർത്ഥ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭംഗിയായിട്ട് ഈ കാര്യം ചെയ്യാൻ സാധിക്കുമല്ലോ. നമ്മുടെ സ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡയറക്ടർ ജോസച്ചനാണ് ഇന്ന് ബ്ലോസം വാലി കുടുംബത്തിലേക്ക് സഹപ്രവർത്തകരോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. ജോസച്ചൻ്റെ ഈ കൊച്ചു സ്ഥലത്തേക്കുള്ള വരവ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അതിശയവും സന്തോഷവും ഒക്കെ തരുന്നതാണ്. നിങ്ങൾക്കറിയാം, സ്ലീവ മെഡിസിറ്റി ഇന്ന് വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ഡയറക്ടർ, പ്രത്യേകിച്ച് പ്രൊജക്റ്റിൻ്റെ വലിയ ചാർജാണ് ജോസച്ചനുള്ളത്. നമ്മളവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ ആ ഒരു ആതിഥ്യ മര്യാദയും നമ്മളൊരു കാര്യത്തിന് വിളിച്ചാൽ അച്ഛൻ തരുന്ന ഒരു വലിയ സപ്പോർട്ട് ഹെൽപ്പും ഒരിക്കലും മറക്കാനാവില്ല. പ്രത്യേകിച്ച് പല പേഷ്യൻസിൻ്റെയും പല ആവശ്യങ്ങൾക്കും ഞാൻ ജോസച്ചനെ വിളിക്കാറുണ്ടായിരുന്നു. അച്ഛൻ അതുപോലെ വലിയൊരു ഹെൽപ്പ് തരാറുണ്ട്. ഒരാൾ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പ്രതിസന്ധി ഉണ്ടാവരുത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പോരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജോസച്ചനും അച്ഛനോട് ചേർന്ന് അവിടെയുള്ള എല്ലാവരും. അപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് ഒരു CDC പ്ലാൻ ചെയ്താണ് ജോസച്ചൻ ഇവരിന്നിവിടെ വന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുകയാണ്. കത്തോലിക്ക സഭ ഇപ്പോൾ ഒത്തിരി അച്ഛന്മാരോട് വന്നു, പുതിയ പ്രൊജക്റ്റുകൾ അവർ ആരംഭിക്കുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൻ്റെ വലിയൊരു നീഡാണ് ഇതുപോലുള്ള സെൻ്ററുകൾ, ഏർലി ഇൻ്റർവെൻഷൻ. അത് ആ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു വിടുതലാണ്, ആ പ്രതിസന്ധിയിൽ വലിയൊരു ആശ്വാസമാണ്. ഏതായാലും ജോസച്ചൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് ഇപ്പം അച്ഛനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഏതായാലും പലരും ഇത് മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് വിഷയം. ജോസച്ചൻ ഇത് മനസ്സിലാക്കി പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കാനുള്ള ആ നീക്കത്തിന് എല്ലാവിധ സപ്പോർട്ടും തരുന്നു. ഞാനും ഇവിടെ ഉണ്ടാവും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. വലിയ സന്തോഷം. മാർസ്ലിവ മെഡിസിറ്റിയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തോടുകൂടി ഇന്നായിരിക്കുന്നത്. കാരണം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളത് 3 വർഷം മുമ്പ് ഞങ്ങൾ ചെറുതായിട്ട് ആരംഭിച്ചു. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ആവശ്യങ്ങൾ വന്നപ്പോൾ ആശുപത്രിയോട് ചേർന്നുള്ള ചെറിയൊരു ബിൽഡിങ്ങിൽ ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എങ്ങനെ നന്നായിട്ട് നടത്താൻ പറ്റുമെന്നുള്ള ആലോചനയിൽ ഞങ്ങൾ പ്രോജക്റ്റ് ടീമാണ്. മോഹൻ സാറ്, വിഷ്ണു, AGM പ്രോജക്ട്സ് ആണ്, എൻ്റെ റോയിച്ചേട്ടനാണ് അതിൻ്റെ പണികളൊക്കെ നേരിട്ട് നോക്കുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങൾ പോയി കണ്ടു, വലിയ ആശുപത്രികളോട് ചേർന്നുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ കണ്ടു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ബ്ലോസം വാലിയിലേക്ക് ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിച്ചു, അച്ഛൻ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. അപ്പോൾ തന്നെ അച്ഛൻ നമ്മളിവിടെ വന്ന് കാണിക്കാനായിട്ടുള്ള വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ കാണിച്ചു. ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള വലിയൊരു കാഴ്ചയാണ് കണ്ടത്. യഥാർത്ഥ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭംഗിയായിട്ട് ഈ കാര്യം ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു വലിയ കാര്യം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഒരുപാട് പണം മുടക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും എക്കണോമിക്കായിട്ട് എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ ഏറ്റവും കാര്യങ്ങളെക്കുറിച്ച് കടവുഭാഗത്തിന് വളരെ ക്ലിയറായിട്ട് അറിയാം. ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളെക്കുറിച്ച് ഒതൻറ്റിക്കായിട്ട് പറയാൻ പറ്റുന്ന ആരും ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ ഡോക്ടേഴ്സൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനെക്കുറിച്ച് ഒതൻറ്റിക്കായിട്ട് പറയാൻ സാധിക്കുന്ന ഒതൻറ്റിക്കായിട്ടുള്ള ഒരു ഡിക്ഷണറി ആയിട്ട് കടമഭാഷ നമ്മുടെ മുമ്പിലുണ്ട്. അച്ഛനോട് ഏത് കാര്യത്തെക്കുറിച്ച് ഏത് സംശയങ്ങൾ ചോദിച്ചാലും കൃത്യമായ ഉത്തരം വളരെ ഭംഗിയായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എൻ്റെ പ്രോജക്റ്റ് ടീമിനെ സംബന്ധിച്ച് ഇത് വലിയൊരു സന്തോഷമാണ്. ഞങ്ങൾ 7 അച്ഛന്മാരാണ് മാർസ്ലിവ മെഡിസിറ്റിയിലുള്ളത്. ഞാൻ പ്രോജക്ട്സും ഓപ്പറേഷൻസും അഡ്മിനിസ്ട്രേഷനും ഒക്കെ നോക്കുന്ന അസോസിയേറ്റ് അച്ഛനാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു ഉൾക്കാഴ്ചയാണ്, വലിയൊരു തിരിച്ചറിവാണ്, വലിയ ഒരു ആവേശത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാരണം ഇത് കണ്ടാൽ ഇനി ഇതുപോലെ ഒരെണ്ണം പണിയാതെ നമുക്ക് നിൽക്കാൻ മേലാത്ത പോലെയുള്ള ഒരു ഇൻസ്പിറേഷൻ അച്ഛനും അച്ഛൻ്റെ ടീമും ഞങ്ങൾക്ക് തന്നു. വലിയ നന്ദിയും സന്തോഷമുണ്ട് അച്ഛോ. ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പോകുന്നെങ്കിലും ഇനി അച്ഛനെ കൂട്ടിയാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ഏതൊക്കെ കാര്യങ്ങളിൽ അച്ഛനെ സഹായിക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളിൽ ഞങ്ങളും അച്ഛൻ്റെ കൂടെ ഉണ്ട്. തിരിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അച്ഛോ എന്ന് വിളിക്കുമ്പോൾ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കാൻ ഒരു ബലമുള്ള ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പും ഞങ്ങൾക്കുണ്ട്. എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് എല്ലാ നന്മകളും ആശംസിക്കുന്നു. ബ്ലോസം വാലി വലിയൊരു കാര്യമായിട്ട് തൊട്ടടുത്തുള്ള ക്യാമ്പസിൽ വളർന്ന് വലുതാവട്ടെ, അതിലും ഞങ്ങളും വന്ന് കൂടാം. സന്തോഷം അറിയിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ പ്രൊജക്റ്റിന് പുതിയ എല്ലാ ആശംസകൾ നേരുന്നു. ഈ കൈ വളരെ ബലമുള്ളൊരു കൈയാണ്. തീർച്ചയായിട്ടും ബ്ലോസം വാലിയും സ്ലീവ മെഡിസിറ്റിയും ചേർന്ന് ഈ സമൂഹത്തിന്റെ പ്രതിസന്ധിക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാച്ചാൽ നമുക്ക്. താങ്ക് യു. തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും.